എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി പറയാൻ പോകുന്ന 9 കാര്യങ്ങൾ സ്ത്രീകൾ അല്ലെങ്കിൽ യുവതികൾ ചെയ്യുന്നത് കാണാനായിട്ട് പുരുഷന്മാർ വളരെയധികം ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പെൺകുട്ടികൾ ചെയ്യുന്നത് കണ്ടാൽ പുരുഷന്മാർക്കത് വളരെയധികം ആസ്വാദികരമായിട്ട് തോന്നും, അല്ലെങ്കിൽ അവരത് വളരെയധികം എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളാണ്, ആ ഒരു സ്ത്രീയിലേക്ക് അവരെ ആകർഷിക്കുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പുരുഷൻ താൻ സ്നേഹിക്കുന്ന പെൺകുട്ടി അല്ലെങ്കിൽ തൻ്റെ ഭാര്യ ഇങ്ങനെയൊക്കെ ചെയ്ത് കാണാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഒരു മനസ്സുകൊണ്ട് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആ പുരുഷൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരെ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് ഒരുപാട് ഒരു ഇൻറ്റിമസി നിങ്ങളുമായിട്ട് ഉണ്ടാക്കിയെടുക്കാനും നിങ്ങളെ ഒരു 10 ഇരട്ടി കൂടുതൽ സ്നേഹിക്കാനും ഒക്കെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ശുദ്ധമായിട്ടുള്ള തേൻ വേണമെങ്കിൽ ഇപ്പോൾ റോ ഹണിക്കാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളത്. അപ്പോൾ അങ്ങനെ റോ ഹണി നമുക്ക് 1% പോലും മായമില്ലാത്ത റോ ഹണി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് 1% പോലും മായമില്ലാത്ത ശുദ്ധമായിട്ടുള്ള കറിമഞ്ഞൾപ്പൊടി അവൈലബിൾ ആണ്. അതുപോലെ 100% ഒറിജിനലായിട്ടുള്ള കസ്തൂരി മഞ്ഞൾ പൊടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ വേണ്ടവർ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമതായിട്ട് തൻ്റെ ഡ്രസ്സും തൻ്റെ ആക്സസറീസും ഒക്കെ തൻ്റെ ഭാര്യ അല്ലെങ്കിൽ താൻ സ്നേഹിക്കുന്ന പെൺകുട്ടി അല്ലെങ്കിൽ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ധരിച്ചുകൊണ്ട് നടക്കുന്നത് കാണാൻ പുരുഷന്മാർക്ക് വളരെയധികം ഇഷ്ടമാണ്. അവരത് നോക്കിയിരുന്ന് എൻജോയ് ചെയ്യും, അവർക്കത് വളരെ ക്യൂട്ടായിട്ട് തോന്നും എന്നുള്ളതാണ്. ഇപ്പോൾ ആ ഒരു പുരുഷൻ്റെ ഒരു ടീഷർട്ട് ആയിക്കൊള്ളട്ടെ, ഷർട്ട് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അവൻ്റെ ഒരു മുണ്ടായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അവൻ്റെ ഒരു ജീൻസ് ആയിക്കൊള്ളട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അവൻ ധരിക്കുന്ന ഒരു വാച്ച് ആയിക്കൊള്ളട്ടെ, അവൻ്റെ ഒരു ബ്രേസ്ലെറ്റ് ആയിക്കൊള്ളട്ടെ, അവൻ്റെ ഒരു ചെരുപ്പായിക്കൊള്ളട്ടെ, എന്താണേലും അത് താൻ സ്നേഹിക്കുന്ന പെൺകുട്ടി അല്ലെങ്കിൽ തൻ്റെ ഭാര്യ അങ്ങനെ ധരിച്ച് കാണുന്നത് പുരുഷന്മാർ വളരെയധികം ആസ്വദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവൾക്ക് അത്രയും സ്നേഹം എന്നോടുണ്ട് എന്നവന് ഫീൽ ചെയ്യുകയും അപ്പോൾ അതിൻ്റെ ഒരു ഇരട്ടി അഫെക്ഷൻ അവന് തിരിച്ചു തോന്നുകയും അവളെ പിന്നെ കൂടുതലായിട്ട് കെയർ ചെയ്യാൻ തുടങ്ങുകയൊക്കെ ചെയ്യുന്നതാണ്. രണ്ടാമത്തെ പ്ലേയിങ് വിത്ത് ഹിസ് ഹെയർ. അപ്പോൾ അവൻ്റെ തന്നെ തലമുടി ഇഴകളൊക്കെ എടുത്ത് ഇപ്പോൾ ചില പെൺകുട്ടികൾ വളരെ കുസൃതിയോടുകൂടി ആ ഒരു പുരുഷൻ്റെ മുടി എടുത്തിട്ട് അതിങ്ങനെ ബണ്ണൊക്കെ ഇട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കും, അല്ലെങ്കിൽ സ്ത്രീകളുടെ പോലെ ഇങ്ങനെ ചീവിയൊക്കെ ഒതുക്കി കൊടുക്കും, അല്ലെങ്കിൽ ആ രീതിയിൽ സ്ലൈഡൊക്കെ കുത്തി വെക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ താൻ സ്നേഹിക്കുന്ന പുരുഷൻ്റെ അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ മുടിയൊക്കെ എടുത്ത് ആ രീതിയിൽ പെൺകുട്ടികൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭാര്യ കൈകാര്യം ചെയ്യുമ്പോൾ ആ ഒരു പുരുഷനത് ഒരുപാട് ഇഷ്ടമാണ്. ഒന്നാമത് പുരുഷന്മാർക്കത് വളരെ ഒരു റൊമാൻറ്റിക്കായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അവൻ്റെ ആ ഒരു മുടിയിഴകളിലൂടെയൊക്കെ അവർ ആ ഒരു വിരലുകൾ ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ ആ മുടിയൊക്കെ അങ്ങനെ കെട്ടിവെച്ച് കൊടുക്കുമ്പോൾ അങ്ങനെ ആ മുടിയൊക്കെ വെച്ച് കുസൃതികൾ കാണിക്കുമ്പോൾ അപ്പോൾ ആ ഭർത്താവിന് ഭയങ്കര ഇഷ്ടമാണ് തൻ്റെ ഭാര്യ ആ രീതിയിലൊക്കെ തൻ്റെ മുടിയിഴകളിൽ കുസൃതി കാണിക്കുന്നത് കാണാൻ. അപ്പോൾ അതവന് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ആക്ഷനായിട്ട് തോന്നും. അപ്പോൾ അവളോടുള്ള ആ ഒരു അഫെക്ഷൻ 10 ഇരട്ടിയായിട്ട് കൂടുകയും ചെയ്യുന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ പുരുഷന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് തൻ്റെ ഭാര്യ അല്ലെങ്കിൽ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടി തനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്സോ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥമൊക്കെ ഇങ്ങനെ വായിൽ വെച്ച് തരുന്നത്. പ്രത്യേകിച്ച് ഇപ്പം കാറൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് സ്വന്തം കൈകൊണ്ട് എടുത്ത് തിന്നാൻ പറ്റത്തില്ല, എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ കുറച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ. അപ്പോൾ ഭാര്യ അതൊക്കെ എടുത്ത് ഇങ്ങനെ വായിലോട്ട് വെച്ച് തരുമ്പോൾ അത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ പുരുഷന്മാരൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ഈ പെൺകുട്ടി, സ്നേഹിക്കുന്ന പെൺകുട്ടി എൻ്റെ വായിൽ ഇങ്ങനെയൊക്കെ വെച്ച് തരണം. അപ്പോൾ അതവന് ഒരു ഭയങ്കര സ്നേഹത്തിൻ്റെയും അഫെക്ഷൻ്റെയും റൊമാൻസിൻ്റെയും ഒക്കെ ഒരു പ്രതീകമായിട്ട് കാണുന്നതാണ്. അപ്പോൾ വളരെ ഒരു റൊമാൻറ്റിക് ഫീലാണ്. ഇനി നാലാമായിട്ട് സ്ത്രീകൾ ചെയ്യുന്നതിൽ പുരുഷന്മാർക്ക് വളരെയധികം ക്യൂട്ടായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് തൻ്റെ ഭാര്യ അല്ലെങ്കിൽ താൻ വിവാഹം ചെയ്യാൻ പോകുന്ന ഒരു പെൺകുട്ടി തൻ്റെ ദേഹത്ത് ചാരിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ തല ചാരിയിരുന്ന് ഉറങ്ങുന്നത്. അപ്പോൾ തൻ്റെ തോളിലായിരിക്കാം, അല്ലെങ്കിൽ തൻ്റെ ചെസ്റ്റിലായിരിക്കാം, അല്ലെങ്കിൽ തൻ്റെ മടിയിൽ കിടന്നിട്ടായിരിക്കാം. അപ്പോൾ ആ രീതിയിലൊക്കെ മേത്തോട്ട് ചാരിയിരുന്ന് അങ്ങനെ ഉറങ്ങുന്നത് അതൊക്കെ വളരെ ക്യൂട്ടായിട്ട് തോന്നുന്ന ഒരു പ്രവൃത്തിയാണ്. ഇനിയിപ്പോൾ ഉറങ്ങിയില്ലെങ്കിൽ വെറുതെ ചാരി ഇരിക്കുന്നതാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഒരു ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും ഇപ്പോൾ രാത്രി കാലത്തൊക്കെയാണ് ദീർഘദൂര യാത്രയൊക്കെ ആണെങ്കിൽ തൻ്റെ ഭാര്യ തൻ്റെ ആ ഒരു ചുമലിലേക്ക് ചാരി ആ തല വെച്ച് ഉറങ്ങുമ്പോഴൊക്കെ അത് ഭർത്താക്കന്മാർക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. വളരെയധികം അവർക്കൊരു അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ്. എൻ്റെ ഭാര്യ എൻ്റെ ദേഹത്ത് തല വെച്ച് ഉറങ്ങുന്നു എന്നൊക്കെ വരുമ്പോൾ അവർക്ക് വളരെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ആ ഒരു എനർജി അവർക്ക് കൂടുകയും അല്ലെങ്കിൽ അവളെ കൂടുതലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം, സേഫ് ആക്കണം, അവളെൻ്റെ അടുത്ത് സുരക്ഷിതയാണ് എന്നൊക്കെയുള്ളൊരു ചിന്ത വരികയും അവളെ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, അവളോടുള്ള അഫെക്ഷൻ ഒരുപാട് കൂടുകയും ചെയ്യുന്നുള്ളതാണ്. ഇനി അഞ്ചാമായിട്ട് പുരുഷന്മാർ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് താൻ സ്നേഹിക്കുന്ന പെൺകുട്ടികളെ തൻ്റെ ഭാര്യ തനിക്ക് സർപ്രൈസുകൾ നൽകുന്നത്. അപ്പോൾ പെൺകുട്ടികൾക്ക് മാത്രമല്ല പുരുഷന്മാർക്ക് ഈ സർപ്രൈസ് എന്ന് പറയുന്ന സംഭവം വളരെ ഇഷ്ടമാണ്. അപ്പോൾ പല രീതിയിൽ നമുക്ക് സർപ്രൈസ് കൊടുക്കാം. ഒരുപക്ഷെ ചില ഗിഫ്റ്റുകളൊക്കെ വാങ്ങിച്ച് സർപ്രൈസ് കൊടുക്കാം. ഇനി അതൊന്നും അല്ലെങ്കിലും ഇപ്പോൾ ഈ പെൺകുട്ടി അവൾക്ക് നല്ല രീതിയിൽ കുക്കൊക്കെ ചെയ്യാൻ അറിയാമെങ്കിൽ നല്ല രീതിയിലൊരു ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവനത് സർപ്രൈസായിട്ട് കൊണ്ടു കൊടുക്കാം, അല്ലെങ്കിൽ അവന് വേണ്ടിയിട്ട് നല്ലൊരു വിരുന്നൊരുക്കി കൊടുക്കാം, അല്ലെങ്കിൽ അവന് വേണ്ടിയിട്ട് നല്ലൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ അവൾ തന്നെ കൈകൊണ്ടുണ്ടാക്കി എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കാം. അപ്പോൾ അങ്ങനെ എന്താണോ ആ ഒരു പെൺകുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നത് കൊച്ചു കാര്യം മതി, ആ ഒരു കൊച്ചു കാര്യങ്ങളൊക്കെ അവന് സർപ്രൈസായിട്ട് കാണിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള സർപ്രൈസിങ് ആയിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യാം.
അതൊക്കെ പുരുഷന്മാർ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അതൊക്കെ ആ ഒരു പെൺകുട്ടിയിലേക്ക് കൂടുതൽ ഈ ഒരു പുരുഷനെ ആകർഷിക്കുകയും അല്ലെങ്കിൽ അവളോടുള്ള ആ ഒരു സ്നേഹം ഒരുപാട്, ആ ഒരു അഫെക്ഷനൊക്കെ ഒരുപാട് പത്തിരട്ടിയാവാനായിട്ട് സഹായിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇനി ആറാമായിട്ട് സ്ത്രീകൾ ഉപയോഗിക്കുന്ന പെർഫ്യൂംസിൻ്റെ സ്മെല്ല് പുരുഷന്മാർക്ക് വളരെയധികം ഇഷ്ടമാണെന്നുള്ളതാണ്. അപ്പോൾ ഓരോ സ്ത്രീകളും അവരുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടുള്ള, അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട യുണീക്കായിട്ടുള്ള പെർഫ്യൂംസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു പെർഫ്യൂംസ് നിങ്ങളെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പുരുഷന്മാർ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പുരുഷൻ്റെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്ത് നിങ്ങളൊരു പ്രത്യേക പെർഫ്യൂമാണ് എപ്പോഴും പൂശിക്കൊണ്ട് ചെല്ലുന്നതെങ്കിൽ ആ ഒരു സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ ഒരു സ്മെല്ലടിക്കുമ്പോൾ തന്നെ ആ പുരുഷന് എൻ്റെ ഭാര്യ അടുത്ത് എവിടെയോ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന കുട്ടി, അല്ലെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടി ഇവിടെ അടുത്തെവിടെ ഉണ്ട്, പെട്ടെന്ന് ആ ഒരു സാന്നിധ്യം അവന് ഓർമ്മ വരും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്മെല്ല് വെച്ചിട്ട് അവൻ നിങ്ങളെ പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യും. പിന്നെ എപ്പോഴും അവൻ ആ സ്മെല്ല് ഇങ്ങനെ അവൻ്റെ മനസ്സിലുണ്ടായിരിക്കും. അതൊക്കെ ആ സ്മെല്ല് വരുമ്പോൾ ഒക്കെ അവൻ നിങ്ങളെ ഓർക്കും. അങ്ങനെ ഒരു അസോസിയേറ്റ് മെമ്മറിയൊക്കെ അവനിൽ വർക്കൗട്ട് ആവും. പിന്നെ അവൻ ആ ഒരു സ്മെല്ല് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് നിങ്ങളിലേക്ക് അവനെ കൂടുതൽ ആകർഷിക്കുകയും അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു സ്നേഹവും അഫെക്ഷനും ഒക്കെ ഇരട്ടിയാക്കാനായിട്ട് അവനെ സഹായിക്കുകയും ചെയ്യുന്നതാണ്. ഇനി ഏഴാമായിട്ട് പുരുഷന്മാർ ഒരുപാട് ആസ്വദിക്കുന്ന മറ്റൊരു കാര്യമാണ് താൻ സ്നേഹിക്കുന്ന പെൺകുട്ടി അല്ലെങ്കിൽ തൻ്റെ ഭാര്യ തനിക്ക് ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് തരുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നത്. അതായത് ഓരോ പുരുഷന്മാർക്കും ഓരോ രീതിയിലുള്ള ഡ്രസ്സിങ് സെൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ താൻ സ്നേഹിക്കുന്ന പെൺകുട്ടി ഇന്ന രീതിയിലുള്ള ഡ്രസ്സ് ധരിച്ച് കാണണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അവന് ഇഷ്ടപ്പെടുന്ന ആ ഒരു ഡിസൈൻസും അല്ലെങ്കിൽ അവന് ഇഷ്ടപ്പെടുന്ന ആ രീതിയിലുള്ള കളറും ഒക്കെയുള്ള ആ രീതിയിലുള്ള ഒരു കോമ്പിനേഷനുള്ള ഡ്രസ്സ് ആ ഒരു പെൺകുട്ടി ഇട്ട് കാണുമ്പോൾ അവന് ഒരുപാട് സന്തോഷവും. കാരണം അത് അവനും കൂടെ അവൻ്റെ ഒരു ചിന്താഗതിക്ക് അനുസരിച്ചുള്ള, അവൻ്റെ ഒരു സങ്കല്പത്തിന്, അവൻ്റെ ഒരു ഡ്രീമിന് അനുസരിച്ചുള്ള ഡ്രസ്സായിരിക്കും. അപ്പോൾ അത് കാണുമ്പോൾ അവന് ഒരുപാട് സന്തോഷമാവും. അപ്പോൾ അങ്ങനെ അവന് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ, അല്ലെങ്കിൽ അവനെ അങ്ങനെ എക്സൈറ്റഡ് ആക്കുന്ന രീതിയിലുള്ള ഡ്രസ്സുകളൊക്കെ ധരിച്ച് കാണാൻ അവന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. ചിലപ്പോൾ അവർ നമ്മളോട് പറഞ്ഞേക്കാം, എനിക്ക് ഇന്ന സംഭവങ്ങളൊക്കെ ഇട്ട് കാണുന്നത് ഇഷ്ടമാണ്. ഇപ്പോൾ ഒരു ജീൻസും ടീഷർട്ടും ഇട്ട് കാണുന്നത് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഒരു ചുരിദാർ ധരിച്ച് കാണുന്നത് അതായിരിക്കും ചിലർക്ക് ഇഷ്ടം, ചിലർക്ക് സാരി കാണാനായിരിക്കും ഇഷ്ടം. അപ്പോൾ അവൻ്റെ ഇഷ്ടം എന്താണോ അത് അവൻ ഒരു പക്ഷേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ ആ രീതിയിലുള്ള ഡ്രസ്സുകളൊക്കെ ധരിച്ച് കാണുമ്പോൾ അവന് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം തോന്നും. നിങ്ങൾ ഒരുപാട് അവൻ ആഗ്രഹിക്കുന്ന അവൻ്റെ ഒരു ഡ്രീം ഗേളായിട്ട് തോന്നുകയും നിങ്ങളോടുള്ള ആ ഒരു അഫെക്ഷൻ ഒരുപാട് കൂടുകയും നിങ്ങളോട്. ഇനി എട്ടാമായിട്ട് പുരുഷന്മാർ എൻജോയ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് അവൻ പറയുന്ന തമാശയ്ക്കൊക്കെ അവനെ സ്നേഹിക്കുന്ന ആ പെൺകുട്ടി അല്ലെങ്കിൽ അവൻ്റെ ഭാര്യ അവരിങ്ങനെ ചിരിക്കുന്നത് കാണാനായിട്ട്, അല്ലെങ്കിൽ അതൊക്കെ അവർ ആസ്വദിക്കും. ഇവൻ്റെ തമാശ, ഇവൻ്റെ ഹ്യൂമർ സെൻസൊക്കെ അവർ ആസ്വദിക്കുന്നത് കാണാനായിട്ട്, അല്ലെങ്കിൽ അവൻ്റെ തന്നെ ആ സംസാരം അവർ വളരെയധികം എൻജോയ് ചെയ്യുന്നു, അവൻ്റെ സാമീപ്യത്തിൽ അവർ വളരെയധികം എൻ്റർടൈൻഡ് ആവുന്നു എന്ന് കാണുന്നത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവന് തോന്നുന്നു, എന്നെക്കൊണ്ട് കൊള്ളാലോ, ഞാൻ സ്നേഹിക്കുന്ന ഈ പെൺകുട്ടി വളരെയധികം ഹാപ്പിയാണ്, എൻ്റെ അടുത്ത് വളരെയധികം കംഫർട്ടബിളാണ്, ഞാൻ നല്ല രീതിയിൽ, എനിക്ക് നല്ല ഹ്യൂമർ സെൻസ് ഒക്കെ ഉണ്ട്, എൻ്റെ തമാശയൊക്കെ കേട്ടിട്ട് അവൾ ചിരിക്കുന്നുണ്ട്, എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, അപ്പോൾ അതൊക്കെ ഒക്കെ എന്നോട് ഇഷ്ടമുണ്ടെന്നുള്ളതിന് തെളിവാണ്. അപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവന് കൂടുതൽ ആ ഒരു ഇഷ്ടവും സ്നേഹവും താല്പര്യമൊക്കെ അവർ സ്ത്രീയോട് കൂടുകയും ചെയ്യുന്നതാണ്. പിന്നീട് അവൻ ഒരുപാട് നല്ല രീതിയിൽ കൂടുതൽ തമാശ പറയാനും കൂടുതൽ ആ ഒരു പെൺകുട്ടിയെ കംഫർട്ടബിൾ ആക്കാനും എൻ്റർടൈൻ ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നതാണെന്നുള്ളതാണ്. ഇനി ഒമ്പതായിട്ട് പുരുഷന്മാർ സ്ത്രീകളിൽ ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യമാണ് താൻ സ്നേഹിക്കുന്ന പെൺകുട്ടി തന്നെ ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത് പുരുഷന്മാർക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ പലപ്പോഴും പുരുഷന്മാരാണ് പുറകെ നടന്ന് സ്ത്രീകളെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് നോക്കുന്നത്. സ്ത്രീകൾ പലപ്പോഴും തിരിച്ച് അങ്ങനെ പുരുഷനെ ഇമ്പ്രസ് ചെയ്യാൻ വലിയ കാര്യങ്ങളൊന്നും കാണിക്കാറില്ല. പക്ഷേ താൻ സ്നേഹിക്കുന്ന പെൺകുട്ടി തന്നെ ഇങ്ങനെ ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കണം എന്ന് പുരുഷന്മാരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ തൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് അവൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ പുരുഷന്മാർക്കും അത് വളരെയധികം എക്സൈറ്റ്മെൻറ്റ് നൽകും. അത് വളരെയധികം അവർ എൻജോയ് ചെയ്യുന്ന കാര്യമാണ്. അത് എത്ര കൊച്ചു കാര്യങ്ങളാണേലും അവൻ്റെ ശ്രദ്ധയെ ക്ഷണിക്കാനായിട്ട്, അല്ലെങ്കിൽ അവൻ്റെ അഫെക്ഷൻ കൂടുതൽ കിട്ടാനായിട്ടൊക്കെ, അല്ലെങ്കിൽ അവൻ്റെ വാലിഡേഷൻ നേടിയെടുക്കാനൊക്കെ പെൺകുട്ടികൾ അവനെ ഇമ്പ്രസ് ചെയ്യാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആ ഒരു ഹീറോയിക് പരിവേഷത്തെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. അവന് സ്വയം ഒരു ഹീറോ ആയിട്ട് തോന്നും, കൊള്ളാലോ, ഞാൻ സ്നേഹിക്കുന്ന കുട്ടി എന്നെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എന്നെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അതൊക്കെ അവന് ഒരുപാട് അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവനിലെ പൗരുഷം കുറേ കൂടി കൂടുതൽ ഉണരുകയും നിങ്ങൾക്ക് കൂടുതൽ നല്ല രീതിയിൽ നല്ലൊരു ഭർത്താവായി തീരാനും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ലൈഫ് പാർട്ട്ണറായി തീരാനും ഒക്കെ അത് അവനെയും ഹെൽപ്പ് ചെയ്യും. അവൻ അങ്ങനെ നിങ്ങളെ കൂടുതൽ പത്തിരട്ടിയിലധികം കൂടുതൽ സ്നേഹിക്കാനായിട്ടും അത് കാരണമാവും എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കുടുംബജീവിതത്തിലും പ്രായോഗികമാക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ കുടുംബജീവിതം പോലെ ഒരു സ്വർഗ്ഗതുല്യമായി തീരും. ഇതൊന്നും വെറുതെ ഒരു ബാലിശമായിട്ടുള്ള സ്നേഹബന്ധങ്ങൾക്ക് വേണ്ടി പറയുന്നതേ അല്ല. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വിവാഹത്തിലേക്ക് എത്തിച്ചേരുന്ന അല്ലെങ്കിൽ ഒരു കുടുംബജീവിതത്തിലൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് വെറുതെ ബാലിശമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗിക്കാനും പാടില്ല. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നോട്ടാം. നന്ദി.